ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കോക്ടൈൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കുന്നത് ഉണ്ണിത്തണ്ടും അതുപോലെ തന്നെ പച്ചക്കായും വെച്ചിട്ടാണ് റെസിപ്പി തയ്യാറാക്കുന്നത്. നമുക്ക് ചോറിന് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ളൊരു കറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉണ്ണിത്തണ്ട് എടുത്തിട്ടുണ്ട്. ഒരു ഉണ്ണിത്തണ്ടിൻ്റെ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 പച്ചക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വീട്ടിൽ വാഴ വെട്ടിയപ്പോൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ പഴം മൂത്തപ്പോൾ വാഴ വെട്ടിയാണ്. അപ്പോൾ അതിനുള്ള ഉണ്ണിത്തണ്ടും അതുപോലെ തന്നെ പച്ചക്കായാണിത്. അപ്പോൾ ഇത് മൈസൂർ പഴമാണ് കേട്ടോ. അപ്പോൾ വേഗം നമുക്ക് ഈ പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ പഴം കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇപ്പോഴൊക്കെ എല്ലാവരും ഇങ്ങനത്തെ ഫുഡ് കഴിക്കൽ നമ്മളെ നാടൻ ഫുഡൊക്കെ കഴിക്കുന്നത് കുറവായിരിക്കുമല്ലേ. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളിങ്ങനെയൊക്കെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ ഒരു മായം ചേർക്കാത്ത കിട്ടില്ലേ നമുക്ക്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മളെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ മുരിങ്ങയില ആയാലും അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ണിത്തണ്ട് ചേമ്പ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ നമ്മളിങ്ങനെ എപ്പോഴെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിക്കാൻ നോക്കട്ടെ അപ്പോൾ എല്ലാവരും. അപ്പോൾ നമുക്ക് ഉണ്ണിത്തണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഉണ്ണിത്തണ്ട് കട്ട് ചെയ്യാൻ കുറച്ച് പണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ നാരിങ്ങനെ വിരലിൽ ചുറ്റിയാൽ മതി. എന്നിട്ട് ആദ്യം ഇങ്ങനെ റൗണ്ടാക്കി കട്ട് ചെയ്തിട്ട് പിന്നെ വേണം കേട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെയാണ് ഉണ്ണിത്തണ്ട് കട്ട് ചെയ്തെടുക്കാറ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ണിത്തണ്ട് പയറും അല്ലെങ്കിൽ മുതിരൊക്കെ ഇട്ടിട്ടല്ലേ ഉണ്ണിത്തണ്ട് തയ്യാറാക്കുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ പച്ചക്കായ ഇട്ടിട്ട് ഉണ്ണിത്തണ്ട് തയ്യാറാക്കുന്നത്. ആദ്യം ഞാൻ കരുതി വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. എനിക്കെൻ്റെ ഒരു കസിൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഞാൻ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി. പക്ഷേ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് മാത്രം മതിയായിരുന്നു ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഉണ്ണിത്തണ്ടൊക്കെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ എല്ലാ ഉണ്ണിത്തണ്ടും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കർ എടുക്കാം. അപ്പോൾ നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് കുക്കറിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കായ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. പച്ചക്കായ ഇങ്ങനെ ചെറുതാക്കിയിട്ടാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉണ്ണിത്തണ്ട് ഉണ്ടല്ലോ അതും ചേർത്തെടുക്കാം. ഉണ്ണിത്തണ്ട് കഴുകിയിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും, വേറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് ഉണ്ണിത്തണ്ട് വേവിച്ചെടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം മതിയാവും കേട്ടോ. അപ്പോൾ ഉണ്ണിത്തണ്ടിൽ നിറയെ വെള്ളമുള്ളതാണ്, അതുകൊണ്ട് ഒരു 1/2 കപ്പ് വെള്ളം മാത്രം ചേർത്തെടുത്താൽ മതി. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 വിസിൽ വന്നാൽ മതിയാവും കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ ഉണ്ണിത്തണ്ടും പച്ചക്കായൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ 2 വിസിൽ വന്ന് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 2 കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 ചുവന്നുള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ 3 പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് ആദ്യം ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലായതുകൊണ്ടാണ് ആദ്യം ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മളുടെ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ കുക്കറൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഇവിടെ നന്നായിട്ട് തന്നെ ഉണ്ണിത്തണ്ടും പച്ചക്കായൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലോട്ട് നമ്മളുടെ അരപ്പുണ്ടല്ലോ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഞാൻ തീ കത്തിച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് അരപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു തള വന്നാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ അരപ്പ് ചേർത്തപ്പോൾ ഞാൻ ഉപ്പുണ്ടോ നോക്കുകയാണ്. അപ്പോൾ ഉപ്പ് കുറവുള്ള പോലെ തോന്നിയുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ണിത്തണ്ടും പച്ചക്കായും വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അരപ്പും കൂടി ചേർത്തപ്പോൾ ഉപ്പ് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച്
ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒരു തള വന്നതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ വെക്കാം. പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് കടുകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് വറ്റൽമുളകും കൂടി ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മൂന്നും ചേർത്തിട്ടാണ് താളിച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് നമ്മളുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉണ്ണിത്തണ്ടും പച്ചക്കായലോട്ടും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളം ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.